ബാംഗ്ലൂരിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വീട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഏറ്റവും ബെസ്റ്റ് പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് ആരൊക്കെയാണ്, അതിൻ്റെ ഏതെങ്കിലും കോൺടാക്ട് നമ്പർ ഉണ്ടോ, ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടോ എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. എനിക്ക് ബെസ്റ്റായിട്ട് പറയാൻ പറ്റുന്നത് പോർട്ടറാണ്. കാരണം നമുക്ക് ആരെയും വിളിച്ച് ബാർഗെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ പോർട്ടർ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷനും നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലൊക്കേഷനും ദ സെയിം ടൈം നിങ്ങളുള്ള ഐറ്റംസും എല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു പ്രൈസ് വരും. പിന്നെ കഴിയുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ട് ക്ലിക്ക് ചെയ്യുക. കാരണം ചിലത് നിങ്ങൾക്ക് അവരുടെ സ്റ്റാഫ് വന്നു കഴിഞ്ഞാൽ ഒന്ന് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ സംസാരിക്കാൻ പറ്റും. പക്ഷേ എന്നാലും ബെസ്റ്റാണ്. കാരണം എനിക്ക് തോന്നുന്നു, ഞാൻ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിനെ കുറിച്ച് ചോദിച്ച സമയത്ത് പലരും എന്നോട് അഭിപ്രായം പറഞ്ഞത് പോർട്ടേഴ്സാണ് നല്ലത്, റാസിലൊന്ന് പോർട്ടേഴ്സിൽ ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് ഞങ്ങൾക്കൊന്ന് സജഷൻ ചെയ്തുകൊണ്ടാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പോർട്ടറിൽ ബുക്ക് ചെയ്ത് വീട് ഷിഫ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധനത്തിനും ഡീറ്റെയിൽസ് അതിൽ കൊടുത്ത് നമ്മളിപ്പോൾ ഒരു രാവിലെയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കതിലൊരു ടൈമിംഗ് കാണിക്കും, സ്ലോട്ട്. ഉച്ചക്കാണോ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇനി അതല്ല നിങ്ങൾ രാത്രിയാണോ ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആ ടൈമിംഗ് അതിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് നമ്മളെ പോർട്ടേഴ്സിൻ്റെ ഡ്രൈവേഴ്സ് നമ്മളെ വിളിച്ചിട്ട് വരും. പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് അതിൽ പറയാം, നിങ്ങളിപ്പോൾ 3rd ഫ്ലോറോ 4th ഫ്ലോറൊക്കെ നിങ്ങൾക്ക് റോപ്പ് വേണം താഴത്തേക്ക് സാധനം ഇറക്കാൻ, കാരണം ലിഫ്റ്റ് ഇല്ല, സ്റ്റെയർ കേസിലൂടെ കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനത്തെ രീതിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഈ റോപ്പ് വെച്ച് ഇറക്കുന്ന സാധനങ്ങളാകുമ്പോൾ അവരൊന്ന് റാപ്പ് ചെയ്യാമെന്ന് പറയും. കാരണം അത് ഇറക്കുന്ന സമയത്ത് ഒരു പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് റാപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ലെങ്കിലും നിങ്ങൾക്ക് റാപ്പ് ചെയ്യാം. പിന്നെ നിങ്ങളിപ്പോൾ ഓൾറെഡി നിങ്ങൾ തന്നെ ഈ കാർട്ടൂൺ ബോക്സസിലൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയ ചാർജൊന്നും വരില്ല. അതേ സമയത്ത് നിങ്ങൾ അവരോട് കാർട്ടൂൺ ബോക്സ് കയറ്റി വരാനും അവരോട് തന്നെ കംപ്ലീറ്റ്ലി പാക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് ഒന്ന് ചാർജസിൽ ഡിഫറൻസ് വരും. എന്നാലും നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക, ബാക്കിയുള്ളത് അവർക്ക് വിട്ടുകൊടുക്കുക. കാരണം നമ്മൾ തന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് പെർഫെക്റ്റ് ആയിട്ട് ഇറക്കി തരും. കാരണം ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരുപാട് ആൾക്കാർ ഫാമിലിയായിട്ട് താമസിക്കുന്നതുകൊണ്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങളുണ്ടാവും. ദ സെയിം ടൈം നമ്മളിപ്പോൾ ഒരു 10-15 കിലോമീറ്ററിനൊക്കെ ഏറ്റവും ബെസ്റ്റ് പോർട്ടർ തന്നെയാണ്. കാരണം അവർക്ക് നമ്മൾ ആ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞു കൊടുത്ത് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് വെറുതെ ഇരുന്നാൽ മതി. അവരൊരു 3-4 ആൾക്കാരായിട്ടായിരിക്കും വരിക. അവർക്ക് ഇറക്കാനുള്ള സാധനങ്ങളെ മെയിനായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പം ഇനിയിപ്പോൾ വണ്ടിയാണെങ്കിലും അവർക്ക് ഇത്രയും സാധനങ്ങൾ ലിസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ആ രീതിക്കുള്ള ഒരു ഗുഡ്സ് കാരിയറായിട്ട് അവർ വന്ന് അത് കളക്ട് ചെയ്തെടുത്തോളും. ഒരു 2-3 അവേഴ്സിൻ്റെ പണി കറക്റ്റായിട്ട് കഴിഞ്ഞോളും. അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ ഇപ്പോൾ നിങ്ങൾ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടി ബെസ്റ്റ് ഓപ്ഷൻ, പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പോർട്ടർ ആപ്പ് തന്നെയാണ്. അതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് ചെയ്യാം. സോ എന്തായാലും നമ്മൾ ബാംഗ്ലൂരിൽ ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ആവട്ടെ. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.